വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ. വിഷു പ്രമാണിച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നല്ല ചെറുപയർ പരിപ്പ് പായസം. എങ്ങനെയാണ് ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്ത് വേണം? ഇതുവരെയും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ? ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ചെറുപയർ പരിപ്പ് 1/2 കിലോ, 1 കിലോ ശർക്കര ഉരുക്കിയെടുത്തത്, 1/2 തേങ്ങ, തേങ്ങയുടെ പാല്, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത 1-ാം പാലാണിത്. ഒരു 5 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത 2-ാം പാലുമാണിത്. 100 ഗ്രാം ചൗവരി, വറുത്തിടാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത്, അതിൽ അവസാനം ഇടുന്നതായ ഏലക്കപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി. ഇത്രയുമാണ് ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറുപയർ പരിപ്പ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെറുപയറൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് തീ ഇട്ട് കരിച്ചു കളയരുത്. ചെറുതായിട്ട് അതിന് നിറം മാറുന്നത് വരെ, അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഇതിനെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് വാങ്ങാറായിട്ടുണ്ട്. പച്ച മണം അങ്ങ് മാറിയാൽ മതി. ഒരുപാട് ബ്രൗൺ ആക്കി കളയരുത്. നമ്മുടെ നിറം അത് തന്നെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നല്ലതുപോലെ കഴുകിയെടുക്കണം. ചെറുപയർ പരിപ്പ് നമ്മൾ കഴുകി വാരി നല്ല വെള്ളമൊക്കെ തോർത്തി വെച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും അധികം ഇരിക്കാൻ പാടില്ല. മാറ്റി വയ്ക്കാം. അപ്പോൾ അതും തന്നെ നമുക്ക് ഉരുളിക്കകത്തിന് എന്ത് വേണമെന്ന് അറിയാമോ? നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കഴിഞ്ഞ് വറുത്തൂരി മാറ്റിയിട്ട് അപ്പം ജോലി നമ്മുടെ ചൂടൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ടാട്ടോ. നെയ്യിൻ്റെ കാര്യം അങ്ങ് മറന്നു പോയിരുന്നു. നമുക്ക് നെയ്യ് ഒഴിക്കാം. ഒരു 2 സ്പൂൺ നെയ്യെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തൊക്കെ അങ്ങ് വറുത്തൂരി മാറ്റാം. എന്നിട്ട് ആ നെയ്ക്കകത്ത് നമുക്ക് ചെറുപയറൊന്ന് ഫ്രൈ ആക്കിയിട്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ കഴുകിയാണ് ഇടുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇടയ്ക്കായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഒരു പാത്രം കൂടെ കഴുകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. നിങ്ങളുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വറുത്തൂരി എടുക്കാം. അതിലോട്ട് തേങ്ങാക്കൊത്തും വിളഞ്ഞ തേങ്ങ വേണം എടുക്കാൻ. കരിക്കൊന്നും അരിഞ്ഞിട്ട് കളയില്ലേ. നമുക്കിനി കോരിയെടുക്കാം. എല്ലാം കോരിയെടുക്കാം. ഇനി ഇതിലോട്ട് ചെറുപയർ പരിപ്പിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചേക്കണം. നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ തന്നെ എന്ത് വേണമെന്നറിയാമോ? ഒരുപാട് ഫ്രൈ ഒന്നും ആക്കണ്ട. നെയ്യ് എല്ലായിടും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 500 ഗ്രാം പരിപ്പാണ് എടുത്തത്. അപ്പം അതിൻ്റെ 3 ഇരട്ടി വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ച് വേവിക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കാതെ അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. 500 ഗ്രാം പരിപ്പിന് 1.5 ലിറ്റർ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം നമ്മൾ ശർക്കര വെള്ളം ഒഴിക്കാനായിട്ട്. വേവുന്നതിന് മുമ്പേ ഒരിക്കലും ശർക്കര വെള്ളം എടുത്ത് ഒഴിച്ച് കളയുക. ആ വെള്ളം ഒന്ന് തിളച്ചിട്ട് ഇങ്ങോട്ട് ഒഴിക്കാം. ചെറുപയർ പരിപ്പ് പായസമാണ്. എത്ര വെള്ളം ചേർത്താലും പിന്നെ അതിന് നല്ല കട്ടിയായിക്കോളും. തേങ്ങാപ്പാലല്ലാതെ പശുമ്പാലിൽ ഇതുണ്ടാക്കാം. നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയത്തിലിട്ട് കൊടുക്കാം. തീ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചൗവരിയും കൂടെ വേവിച്ചെടുക്കാം. ഒന്ന് വേവട്ടെ. 1 കപ്പ് ചൗവരിയുണ്ട്. അത് ചരുവത്തിലോട്ട് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചൗവരി മറ്റേ അടുപ്പിലോട്ട് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങ് കട്ടിയായി പോകുന്നത്. ഇത് വെന്തതിന് ശേഷം പിന്നെ ബാക്കി പറഞ്ഞുതരാം. ചെറുപയർ നോക്കിക്കോണം. ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഒന്നും ആയിട്ടില്ല. അവിടുന്ന് വേവട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. അയാളൊക്കെ നല്ല പരുവായിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പയർ നല്ലതുപോലെ നമുക്ക് നോക്കാം. കൈ കൊണ്ട് കണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 1 കിലോ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒഴിച്ചു നോക്കിയിട്ട് കുറച്ചങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഈ
ശർക്കര പാനിക്കകത്ത് കിടന്ന് ഈ പയർ നല്ലതുപോലെ അതിനകത്തൊന്ന് പിടിക്കണം. മധുരമൊക്കെ ഈ പയറിലോട്ടൊന്ന് പിടിക്കണം. കുറച്ച് നേരം ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് രണ്ടാം പാല് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കാം. യാതൊരു കാരണവശാലും പയർ വേവുന്നതിന് മുമ്പായിട്ട് ശർക്കരപ്പാനി ഒഴിക്കരുത്. പിന്നെ പയർ വേവത്തില്ല. നമ്മൾ ആദ്യം ഒഴിച്ച 1.5 ലിറ്റർ വെള്ളം പറ്റുന്നതാണ് പയർ വെന്തതിൻ്റെ ഒരു കണക്ക്. അത് മീഡിയത്തിലൊക്കെ ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത്. പയർ ഞെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും. കുക്കറിൽ വെച്ചാൽ അത്രയും പണിയൊന്നുമില്ല, പെട്ടെന്ന് ആവും. 2 വിസിൽ കേൾക്കുമ്പോൾ ചെറുപയർ വേവും. വീഡിയോ കാണിക്കേണ്ടത് കൊണ്ടാണ് ഉരുളിയിലൊക്കെ വെച്ചത്. അതുപോലെ ചവരി നമുക്ക് ചെറുപയർ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാം. വീഡിയോ ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണമല്ലോ. അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. എപ്പോഴും നമ്മൾ വെർമിസെല്ലിയും അടപ്രഥമനും ഒക്കെ അല്ലേ വെക്കുന്നത്. നമുക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ. ഈ വിഷുവിന് എല്ലാവരും ഓരോന്ന് മാറി മാറി വയ്ക്കാറുണ്ട്. ഇതിലോട്ട് നമുക്ക് രണ്ടാം പാല് ചേർക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ തിളക്കട്ടെ. ഇതൊക്കെ ഒന്ന് പറ്റി വരണം. അതിന് നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്തിട്ട് പിന്നെ ഒരുപാടായിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് തിളയായിട്ട് അപ്പോഴേ ഓഫ് ചെയ്യുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുക. നമ്മുടെ പൊടിയെല്ലാം ചേർത്ത് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പൊടി വർഗ്ഗങ്ങളെല്ലാം ചേർക്കുകയാണ്. ചുക്കുപൊടി, ജീരകം വറുത്ത് പൊടിച്ചത്, ഏലയ്ക്ക, 7 ഏലയ്ക്ക ഉണ്ട്. അതതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് പൊടിച്ച് വെച്ചത് അത് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അളവിൽ വ്യത്യാസമൊക്കെ വരുത്താം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തും കൂടെ വറുത്തതാണിത്. കൂടെ ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇത് അടപ്പിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടെ മറന്നു പോയിട്ടുണ്ട്. ഏത് പായസം ഉണ്ടാക്കിയാലും ഒരു സ്വല്പം ഉപ്പ്. ഇപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. പായസം ഉണ്ടാക്കിയിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെച്ചേക്കണം. അതിനുശേഷം നമ്മൾ തുറന്നാൽ മതി. നല്ല അടിപൊളി ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും ഈ വിഷുവിന് ഒരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും കൃഷിയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്ദി, നമസ്കാരം.